ഹിജ്റ വർഷത്തിൻ്റെ പ്രാരംഭ മാസമാണ് മുഹറം. മുഹറം പുലരുമ്പോൾ, പടി കയറുമ്പോൾ, ദുൽഹിജ്ജ പടിയിറങ്ങി യാത്രയാകുമ്പോൾ, നമ്മൾ പറഞ്ഞു ഹിജ്റ വർഷത്തിൻ്റെ തുടക്ക മാസം അത് മുഹറമാണ്. ഒരു പുതു വർഷത്തെ വരവേൽക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഇനി അടുത്ത മസ്അല. ഒരു പ്രത്യേകം ഇബാദത്ത് അത് നമുക്ക് നിയമമാക്കപ്പെട്ടിട്ടില്ല, നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഒരു വർഷത്തെ പടിയിറക്കി പുതിയൊരു വർഷത്തെ പടി കയറ്റുമ്പോൾ നമുക്കൊരു പ്രത്യേകം വിറുദോ, പ്രത്യേകം ഒരു ദിക്റോ, പ്രത്യേകം മതപരമായ ഒരു ചടങ്ങോ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല, നിയമമാക്കപ്പെട്ടിട്ടില്ല. അത് പ്രത്യേകം ഇവിടെ ഉണർത്താൻ കാരണം ഖതീബ് ഉണർത്തിയതുപോലെ ചില ആളുകൾ പുതുവർഷത്തിൻ്റെ വിഷയത്തിൽ ചില പ്രത്യേകം സന്ദേശങ്ങൾ കൈമാറും. അതിൽ ചില പ്രത്യേക ദിക്റുകൾ, അതേപോലെ തന്നെ പ്രത്യേകം ചില സന്ദേശങ്ങൾ, അതേപോലെ തന്നെ പ്രത്യേകം ചില ആശംസകളും മറ്റുമൊക്കെ നൽകുന്ന രീതിയിൽ അതൊന്നും ദീനിൽ അടിസ്ഥാനമില്ലാത്ത വിഷയമാണ്. അങ്ങനെ പലരും ചില പ്രത്യേക സമയങ്ങളിൽ, അത് പുതുവർഷമാകുമ്പോൾ പ്രത്യേകിച്ച് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ സജീവമായി ചൂടുപിടിച്ച ഈ നാളുകളിൽ കൊണ്ടും കൊടുത്തും പലരും രംഗം കൈയാളുന്ന ഒരു സമയമാണ്, വിഷയമാണ്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ആരാധനക്കോ, പ്രത്യേകം ഒരു ദിക്റിനോ, പ്രത്യേകം ഒരു വിർദിനോ, പ്രത്യേകം ഒരു ആശംസക്കോ മതപരമായിട്ട് പ്രമാണമില്ല എങ്കിൽ വിശ്വാസി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. അത് ദീനിൽ പുത്തൻ ആചാരമാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടുള്ളത്. ചില മജ്ലിസുകൾ വരെ ഈ ഓൺലൈൻ ഉപയോഗപ്പെടുത്തിയിട്ട് ചില പണ്ഡിത വേഷധാരികൾ ദുൽഹജ്ജ് ഒടുവിൻ മുഹറം പുലരിയിൽ ചില ദിക്ർ ഹൽക്കകളും അതേപോലെ തന്നെ ചില മജ്ലിസുകളും പ്രത്യേകം ഓൺലൈനായിട്ട് സജീവമാക്കിയിട്ട് അതിൽ പിരിവും പരിപാടികളുമൊക്കെ സജീവമാണ് നമ്മളുടെ നാടുകളിൽ പ്രത്യേകിച്ച്. അതൊന്നും മതപരമായി ഒരു പുതുവർഷത്തെ വരവേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് നമ്മുടെ ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്.